ആ തേനീച്ച ഇതിലേക്ക് കയറി വന്ന് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഈ ഹോളം എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പൊ ഇതിലേക്കൂടെ തേനീച്ച വരും. അത് തുറമാങ്ങ. തുറമാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ, മൂത്ത മാങ്ങ എടുത്ത് പിന്നെ ആവിയിൽ വേവിച്ചിട്ട് വെയിലത്ത് ഉണക്കി കുരുമുളകൊക്കെ ചേർത്തിട്ട് വരുന്ന ഒരു വിഭവമാണ്. കഞ്ഞിക്കൊക്കെ സൂപ്പറാണ്. എന്താണ് ഇവിടുത്തെ ചിക്കൻ ഒരു പ്രത്യേകത? ഇവിടുത്തെ ചിക്കൻ എന്ന് വെച്ചാൽ നമ്മള് കുടുംബശ്രീയിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീയിലെ ചേച്ചിമാർ തന്നെ വളർത്തി വലുതാക്കി നമ്മുടെ സംശുദ്ധമായ ചിക്കനാണ് നമ്മളിവിടെ കുടുംബശ്രീക്ക് വേണ്ടി സപ്ലൈ ചെയ്യുന്നത്. ഈ പ്ലേറ്റ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള വനിതകൾ പാചകം ചെയ്തൊരു പ്ലേറ്റ് ആണ്. പ്രിയപ്പെട്ടവരെ, ഞാനെന്നുള്ളത് എറണാകുളം ജില്ലയില് കലൂർ സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റ് ആട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പല സ്റ്റേറ്റിൽ നിന്നും ആളുകൾ വന്നിട്ട് ഭക്ഷ്യമേള ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദേശീയ ഗ്രാമീണ ഉൽപ്പന്ന പ്രദർശനം, അതായത് ഹാൻഡിക്രാഫ്റ്റ്, നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുടെ ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. കുടുംബശ്രീയുടെ സൈഡിൽ നിന്ന് ജില്ലാ പ്രോഗ്രാം മാനേജറായിട്ടുള്ള പൊന്നി മാഡം ഇവിടെ ഉണ്ട്. ഇത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന്റെയും കൂടിയുള്ള ഒരു പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ നാഷണൽ ലെവലിലുള്ള ഗ്രാമീണ സംരംഭകരെ സഹായിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ സരസ് മേള എന്ന രീതിയിൽ മേളകൾ സംഘടിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഈ സരസ് മേള സംഘടിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു 11 ദിവസത്തെ ഒരു ഇവൻ്റാണിത്. 250ഓളം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. അത് ഫുഡ് കോർട്ട്, അവരുടെ മറ്റു ഉൽപ്പന്നങ്ങൾ, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സ്റ്റോളുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ എല്ലാ ദിവസവും ഈവനിങ്ങിൽ കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ട്. അതെല്ലാം ഓരോ സെലിബ്രിറ്റീസിൻ്റെ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻട്രി തികച്ചും സൗജന്യമാണെന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക്കിന് രാവിലെ 10 മുതൽ രാത്രി വരെ ഇവിടെ നമുക്ക് അത് കൾച്ചറൽ ഇവന്റ് തീരുന്നതിനനുസരിച്ച് ഇപ്പൊ റിമി ടോമി, സ്റ്റീഫൻ ദേവസ്യ, ആശാ ശരത്ത് അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് വരുന്നത്. അവരുടെ പ്രോഗ്രാമാണ്. അപ്പൊ ആ ഒരു ഇവന്റ് എപ്പോ കഴിയുന്നോ അതുവരെ ആളുകൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആളുകൾക്കൊക്കെ വരാൻ എളുപ്പമായിരിക്കും കേട്ടോ. നമ്മുടെ സ്റ്റേഡിയം അതാണ്, സ്റ്റേഡിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഇവന്റ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിലൂടെ വന്നു പോകാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഒരു 5 പൈസ പോലും ചാർജ് ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. പിന്നെ പറയാനുള്ളത് ഫുഡിന്റെ കാര്യം അല്ലേ. ഇന്ത്യയിൽ നിന്ന് തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന്, പല ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ വന്നിട്ട് അവരുടേതായിട്ടുള്ള ടേസ്റ്റിലുള്ള ഫുഡുകളൊക്കെ നമുക്ക് കാണാനും അത് രുചിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് അല്ലേ. അതുപോലെ പിന്നുള്ളത് ക്രാഫ്റ്റ് കാര്യങ്ങൾ, ക്രാഫ്റ്റ് ഉണ്ട്, അവരുടെ ഡ്രസ്സ് ഐറ്റം ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസ് അവരുടെ എന്താ പറയാ ഗ്രാമീണ സംരംഭകരുടെ എല്ലാ ഐറ്റംസും ഏകദേശം എത്ര സ്റ്റോൾ ഉണ്ട്? 250ഓളം സ്റ്റോൾ ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയും നമുക്ക് കാണാം, ഒരു ദിവസം കണ്ടു തീർക്കാൻ പറ്റുന്ന അത്രയും ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരിക, ആസ്വദിക്കുക. ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരുപാട് സ്റ്റാളുകൾ കാണാം കേട്ടോ. ഈ ഒരു സൈഡിൽ, ആ ഒരു സൈഡിൽ, അതുപോലെ തന്നെ ഇതിന് അപ്പുറത്തപ്പുറത്തൊക്കെ സ്റ്റാളുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ആലപ്പുഴയാണ്, ഈ ഭാഗത്ത് നോക്കുമ്പോൾ തമിഴ്നാടാണ്, പിന്നെ ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചാബാണ്, ഒഡീസയാണ്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാം കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുന്നതിന് ഇതാ ഇവിടെ ഇന്റീരിയറുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ ഹാൻഡ് ബാഗ്, അതുപോലെ ഇവിടെ ഒഡീസയിൽ നിന്ന് വന്നിട്ടുള്ള തുണികൾ, ഇതൊക്കെ കൈകൊണ്ട് നെയ്തിട്ടുള്ള സംഭവം കേട്ടോ. ഒക്കെ ഇവിടെ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളാണ്. അപ്പോൾ ഇതാ ഇവിടെ വന്നപ്പോൾ ലഡാക്കിലെത്തിയിട്ടുണ്ട്. ലഡാക്കിൽ ഇവിടെ വെറൈറ്റി ഫ്രൂട്ടുകളാണ്. അതുപോലെ വാട്ട് ഈസ് ദിസ്? അപ്പൊ ലഡാക്കിൽ വന്നപ്പോ അടുത്തൊരു സ്റ്റാൾ ഉണ്ട് ഇവിടെ. ഇവിടെ എന്തോ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ നോക്കി നോക്കാം. ഇതുപോലുള്ള സോക്സുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, കുട്ടികൾക്കുള്ള നല്ല കോട്ടൺ സോക്സുകൾ. ബേബി, ചോട്ടാ ബേബി. ഇത് നോക്കി നോക്ക്, എത്ര ചെറുത് നോക്കി നോക്ക്. ഇതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ കണ്ട അതുപോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ സെയിൽ ചെയ്യാണ് കേട്ടോ. വളരെ അടിപൊളി. ലഡാക്കിലുള്ള ടീമാണ്. അതുപോലെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള രണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാർഡൻ ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ. സ്റ്റാള് ഇവിടെ ആണെങ്കിലും ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഇവിടെ വെറൈറ്റി ചെടിയുള്ളത്? ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ പരിപാടി.
മണ്ണും വളമൊന്നും ആരും അന്വേഷിക്കേണ്ട, കൊണ്ടുപോകാ വെക്കുക, അത്രേ ഉള്ളൂ. ഇത് നേരെ ഈ ചട്ടി വാങ്ങിക്കൊണ്ടുപോകാ. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോറും സെമി ഇൻഡോറും ആണ്. വെളിച്ചം കുറഞ്ഞിടത്ത്, അതായത് സൂര്യപ്രകാശം ഒന്നും അധികം ഇല്ലാത്ത ആൾക്കാർ ഫ്ലാറ്റിലൊക്കെ ഇത് കൊണ്ടുവച്ച പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഭാഗികമായിട്ടുള്ള വെളിച്ചം മാത്രം മതി. നീ വലിയ വളവും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട, ഇത് കൊണ്ടുവയ്ക്കുക. ഇതിനൊക്കെ എത്ര രൂപ ഉണ്ടാവും? അത് 300 ഡബിൾ പോട്ടാണ്. അപ്പൊ അകത്ത് ഡൈനിങ് ടേബിൾ വേണേൽ ഡൈനിങ് ടേബിൾ വെക്കാം. പിന്നെ വെള്ളം നമുക്ക് 2-3 കുടിച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. വീട്ടിൽ എപ്പോഴും സംരക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അകത്തൊക്കെ വെക്കാൻ ചെടികൾ വേണ്ടേ, നാട്ടിലൊക്കെ അവരെ ഉദ്ദേശിച്ചുള്ളതാണ്. അടിപൊളി. നമ്മള് പാലക്കാടിൽ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ ആകെ നെറ്റിപ്പട്ടങ്ങളുടെ ഒരു എന്താ പറയാ കലവറ തന്നെ ഉണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള നെറ്റിപ്പട്ടം. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണോ കൈകൊണ്ട്? അതല്ലേ, വീട്ടിലുണ്ടാക്കുന്നതാ? അത് ശരി. അതുപോലെ ഇവിടെ ചവിട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇത് കയർ ബോർഡിന്റെ നമ്മുടെ കയർ ബോർഡാണ്, പെരുമാട്ടിയിലെ കയർ ബോർഡാണ്. പെരുമാട്ടി പഞ്ചായത്ത് കുടുംബശ്രീന്ന് സാന്ത ചേച്ചി അവരും ടീമുകാരാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴേ അടിപൊളി സംഭവം കണ്ടിട്ടോ. ഇതൊക്കെ എന്തിലുണ്ടാക്കിയാ ചേച്ചി? ഇതൊക്കെ നമ്മൾ ബാമ്പുവിൽ ഉണ്ടാക്കിയാണ്. ചേട്ടന് ചേച്ചിയുണ്ട്, നമ്മുടെ കുടുംബസമേതം ഉണ്ടാക്കുന്ന ആണ് അല്ലേ? ഇതാണ് സ്റ്റാർ കണ്ടോ. ഇത് കൈകൊണ്ട് ഉണ്ടാക്കിയാണ്. ഭയങ്കര ഫിനിഷിങ് കിട്ടോ. നിങ്ങൾക്ക് ഇത് എത്രത്തോണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ല, അത്ര ഫിനിഷിങ്. ഞാൻ ബാമ്പുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒന്നും ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെ സ്വന്തം ഐഡിയ അല്ലേ? അതുപോലെ പൂക്കോട്ട ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്, പെൻ ഹോൾഡർ ഉണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് കാണിച്ചിട്ട് ലെങ്ത് കൂട്ടില്ല. അവിടെ ബോട്ടില്ലേ, കുട്ടനാടൻ ബോട്ട്. അടിപൊളി. ഇപ്പൊ ഇവിടെ വന്നപ്പോ വയനാട്ടിലുള്ള നമ്മുടെ ചേട്ടന് ചേച്ചി ഉണ്ട് കേട്ടോ. ഇവിടെ എന്തുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളാണ്. ഇതെന്താ ഈ ആടുന്നത് അല്ലേ? ഇത് കാറ്റത്ത് കണ്ടോ, ഇങ്ങനെ കിണികിണീന്ന് അടിച്ചോണ്ടിരിക്കും കേട്ടോ, നല്ല സൂപ്പറായിട്ട്. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 hours അല്ലേ, ഒരു ചാർജും ഇല്ല, ഒന്നുമില്ല, അടിച്ചുകൊണ്ടേ ഇരിക്കും. അത് ചാർജ് ഒന്നും വേണ്ട. ഇത് പിന്നെ നമ്മളൊരുപാട് എന്താ പറയാ പഴമയിലേക്ക് പോകുന്ന നമ്മളൊരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവരും അത് ചെയ്യുന്നുണ്ട്. ചിരട്ടപ്പുട്ട്. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് എന്താ പറയാ കുക്കറിൽ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ വെക്കാം അല്ലേ? ഇതെന്താ അച്ചാറൊക്കെ നമ്മള് സെർവ് ചെയ്യണ നമ്മള് കച്ചമ്പറ അച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ട് പോരോ, ആ ഒരു സംഭവം കേട്ടോ. ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വലിയ കയ്യില് ചെറിയ കയ്യില് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് വയനാടിന്റെ രുചികരമായിട്ടുള്ള പിക്കിള് തരുന്ന വയനാട് സ്റ്റാളിലാണ് കേട്ടോ. സ്റ്റാൾ നമ്പർ 82-ലാണ്. ഇതെന്താണ് വെറൈറ്റി ഉള്ളതില്? ഇത് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത്തപ്പഴത്തിന്റെ അച്ചാറാ. അത് ശരി. പേരുള്ളത് ഏത്തപ്പഴം കർഷകരെ സഹായിക്കുകയും ചെയ്യാ. ചില സമയത്ത് വില കുറയൂല്ലോ, ആ സമയത്ത് നമുക്ക് ഇത് ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് ഏത്തക്കായ എടുത്തിട്ട് പഴുപ്പിച്ച് അച്ചാറാക്കി സൂക്ഷിക്കും. വില പ്രശ്നം ലഘൂകരിക്കാം. പിന്നെ ഞങ്ങള് ഉണ്ണിക്കാമ്പ്, അതുകൊണ്ട് തന്നെ പല വിഭവങ്ങൾ വാഴ കൊണ്ടുള്ള പല വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇത് തുറമാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്ത മാങ്ങ എടുത്ത് പിന്നെ ആവിയിൽ വേവിച്ചിട്ട് വെയിലത്ത് ഉണക്കി കുരുമുളകൊക്കെ ചേർത്തിട്ട് വരുന്ന ഒരു വിഭവമാണ്. കഞ്ഞിക്കൊക്കെ സൂപ്പറാണ്. അപ്പൊ നമ്മള് ഇടുക്കി സ്റ്റാളിൽ എത്തിയിട്ടുണ്ടോ. ഇവിടെ വരുമ്പോ കുറച്ച് വെറൈറ്റി സംഭവങ്ങളുണ്ട്. എന്താണ് പേര്? സൗമ്യ ജിനീഷ്. ഇടുക്കിയിലാണ് അല്ലേ? ഇടുക്കി സ്റ്റോളാണ്. ഇതിനൊരു വെറൈറ്റി ആണല്ലോ. എന്താണ്? മൾട്ടിപർപ്പസ് സ്റ്റൂൾ എന്ന് പറയും. അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടാതെ, നോർമൽ നമുക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൂളാണ്. നമുക്കത് തുറക്കുമ്പോ നമ്മൾ കാണാലോ കുറെ ഐറ്റംസ് നമ്മളിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊരു തേങ്ങ തരാം. മയിലിന്റെ തലയിലാണ് നമ്മൾ തേങ്ങ വിറ്റിയത്, ചെറുനാക്ക് വിറ്റിയത്. നമ്മൾ കയറി ഇരുന്നിട്ട് എങ്ങനെയിരുന്നു നമുക്ക് തേങ്ങ നടുവിനൊന്നും പ്രശ്നമുള്ള നടുവിന് വേറെ വരത്തില്ല. മുട്ട് മടക്കാൻ പറ്റാത്തവർക്കും ഇരുന്നോണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്നോ വട്ട വരുന്നോ നമുക്ക് തേങ്ങ അരവാം. തിരിച്ച് നമുക്ക് ഇത് ഉള്ളിലോട്ട് നമുക്ക് മടക്കി അങ്ങ് വെക്കാം. തേങ്ങാമുറി സേഫ് ആയിട്ട് ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കും. തിരിച്ച് നമുക്ക് അടുത്തായിട്ട് വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, കത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് നല്ല ഇരുമ്പാണ്, നമ്മൾ ഒലയിൽ തന്നെ ചെയ്തെടുക്കണം. പുറത്ത് നമുക്ക് കടയിൽ കിട്ടില്ല അത്. അപ്പൊ നമുക്ക് ഉണക്കമീനോ ഉണക്കമീന്, പച്ചമീന്, ഇറച്ചി ഒക്കെ നമ്മൾ ഇരുന്ന് ചെയ്യണ പ്രോസസ്സിങ് നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ചെറിയ വട്ട വരും നമുക്കത് ചെയ്യാം. തിരിച്ച് ഇത് നമുക്ക് ഉള്ളിലോട്ട് നല്ല ഫ്ലെക്സിബിൾ, നമ്മൾ ഇരിക്കുമ്പോൾ ടൈറ്റ് ആയിക്കോളൂ. ഇത് തിരിച്ചത് ഉള്ളിലോട്ട് തന്നെ മടക്കി വെക്കാം. നമുക്കൊരു ബോട്ടിലാണ് ചെയ്തേക്കണത്, നമുക്ക് വേണം ഊരിയെടുക്കാം. അതുമല്ല നമ്മൾ മൂർച്ച പോയാൽ അരം കൊടുത്തിട്ടുണ്ട്, നമുക്ക് തന്നെ മൂർച്ചം കൂട്ടാം. തിരിച്ച് ഉള്ളിൽ വെക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു സംഭവം നമ്മൾ കണ്ടല്ലോ, ഇത് ഇങ്ങോട്ട് വെച്ച് നമുക്ക് ഈ സൈഡിലുണ്ട്.
കെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വാഴക്കയോ ക്യാരറ്റ് ബീട്രൂട്ട് ബീൻസ് എല്ലാം നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണ സാധനം നമ്മൾ ഇത്തിൽ വെച്ചേക്കാണ്. പച്ചക്കറി അരിയാം എല്ലാം നമുക്ക് തന്നെ ചെയ്യാം. തിരിച്ച് എത്ര സംഭവങ്ങൾ ചെയ്യാൻ പറ്റും മൊത്തത്തില്? 4 in 1 എന്ന് പറയാം. നോർമൽ സ്റ്റൂളായിട്ട് ഇരിക്കാം, ഫുഡ് കഴിക്കാം, കബോർഡിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഇതിൽ കയറി നിന്ന് ചെയ്യാം. ഇത് വേറൊരു മോഡൽ. ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേന് 3750. തടി ആഞ്ഞിലിയാണ്. ഇനി തേക്കിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ കയ്യിലുണ്ട്. സെയിം തന്നെ തേക്കിന്റെ തന്നെ ആഞ്ഞിലി ചെയ്തേക്കണം നമ്മൾ. 5500 വരും. പിന്നെ അതിന്റെ ചെറിയ മോഡല് വേറെ ചെറിയ കുട്ടി സ്റ്റൂളായിട്ടുള്ളതുണ്ട് 4500 ആണ്. തേക്കിന്റെ ഈ മൾട്ടിപ്പർപ്പസ് സ്റ്റൂളിന്റെ തന്നെ വെറൈറ്റി ആണ്. പിന്നെ വേറൊരു ആവണിപ്പലക, അതാണ് ആവണിപ്പലക. നമ്മൾ ടെമ്പിൾ പർപ്പസ് പൂജാതി കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആവണിപ്പലക വരുന്നത്. ഇതറിയാലോ, നമ്മള് ചോറ് വാർക്കണത്, അഞ്ഞി വടിക്കണത്, പിന്നെ ഇവിടെ മുളക് പൊട്ടിക്കാം, വെള്ളം പോകാൻ ഉപയോഗിക്കുന്നത്. വേറൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടോ നമ്മള്? തേനീച്ചപ്പെട്ടിയാണ്. ചെറു തേനീച്ച നമ്മൾ വീട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന പെട്ടിയാണ്. ഇതുകൊണ്ട് അവിടെ ഹോളിൽ കൊണ്ടുവച്ചിട്ട് ആ തേനീച്ച ഇതിലേക്ക് കയറി വന്ന് ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഈ ഹോളങ്ങ് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പൊ ഇതിലേക്കൂടെ തേനീച്ച വരും. ഒരു 6 മാസം കഴിയുമ്പോൾ കോളനി ആയിട്ട് നമുക്ക് തേനീച്ചാനെ അവിടുന്ന് മാറ്റി ഇവിടെ എടുക്കാം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാണ് കേട്ടോ. ഈസ് ദിസ് ഹാൻഡ് മെയ്ഡ് ഓർ വാട്ട്? ഇനി 1600 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഫുള്ള് ചെമ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഇനാമൽ അടിച്ചേക്കാന്ന് പറയുന്നത്. കോപ്പറിലാണ്. എന്നിട്ട് ഇനാമൽ അടിച്ചേക്കാണ്. അപ്പോൾ ഇവിടെ വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. കോപ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടിക്കൂട്ട് സംഭവമല്ല, കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള സംഭവമാണ്. അപ്പോൾ നമ്മളിത് ആ ഫുഡ് കോർട്ടിന്റെ ഏരിയയിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതെന്താ സാറേ സംഭവം? ഇത് രാജസ്ഥാന്റെ സ്വീറ്റ് ആണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള രുചി വൈവിധ്യങ്ങൾ എല്ലാം ചേർത്ത് ഇണക്കി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന വലിയൊരു മേളയാണ്. അതിന്റെ ഒരു സാമ്പിൾ ആണ് ഇതൊരു ഇന്ത്യ പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള വനിതകൾ പാചകം ചെയ്തൊരു പ്ലേറ്റ് ആണ്. ഈ സംഭവം ഞാനിത് കണ്ടിട്ടില്ലല്ലോ. ഇത് നമ്മുടെ പിടിയും നമ്മുടെ കൊച്ചിയിലെ തന്നെ പ്രധാനമായിട്ട് പിടി കോഴി, ഇതിലും കോഴിക്കരം ചേർത്ത് പിടി കോഴിക്കരം മധ്യ കേരളത്തിന്റെ പ്രധാന വിഭവം. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം കൗണ്ടർ മോമോസ് ഉണ്ട്. അതിന്റെ സാമ്പിൾ മാത്രമാണ്. ഇതൊരു ഇന്ത്യ പ്ലേറ്റ് ആണ്. രുചി വൈവിധ്യങ്ങളാണ്. കിച്ചണൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? കിച്ചൺ നമുക്ക് ഒറ്റ കിച്ചണാണ് പുറത്ത് കാണാൻ കൂടിയിട്ട് പുറത്ത് എല്ലാ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്ത്രീകളും വന്ന് വളരെ സൗഹൃദത്തോടു കൂടി ഒരു അവരെ പങ്കിട്ട് കാണാൻ പറ്റും. കാണുമ്പോൾ രസമായിരിക്കും. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള എന്താ പറയാ അമ്മമാര് മാത്രമാണോ? അവരെ സഹായിക്കാൻ കുറച്ച് പേരുണ്ട്. കുറച്ച് പേരും കൂടി ഉണ്ട്. അവരൊക്കെ ഇവിടെയാണ് കുക്കിംഗ് പലവിധ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതില് വേറെ സ്റ്റോളുണ്ടോ അതോ ഈ ഒരു കിച്ചൺ? ഒരു സോണല്ലേ, നമ്മൾ 5 സോണായിട്ടാണ്. ഇതൊരു സോണിലെ കിച്ചണാണ്. അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് ഒരു സോൺ ഉണ്ട്. ഞാൻ 5 സോണായിട്ട് കിച്ചണിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഏകദേശം 300-ൽ പരം വനിതകൾ പാചകം ചെയ്യുന്നത്. ഇത് കേരളം മാത്രമാണോ അതോ മിക്സാ? ഇതൊരു തെലങ്കാനയാണ്. ഹൈദരാബാദ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദ് ദം ബിരിയാണി. ആണ് സിനിമയിൽ ഭയങ്കര ഫേമസ് ആണ്. ഹൈദരാബാദ് ദം ബിരിയാണി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുടെ ബിരിയാണി ഒന്നാണ് ഹൈദരാബാദ് ദം ബിരിയാണി. ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാറുകളിൽ ഒന്നാണ് ഭക്ഷണ മേഖലയിൽ. അത് തെലങ്കാനയിലുള്ള ആൾക്കാരെ, യഥാർത്ഥ ആൾക്കാരെ, അവരുണ്ടാക്കിയ ആൾക്കാരൊന്നും ചെയ്യണത്. അപ്പൊ ഇവിടെ ബാക്കിൽ കണ്ടോ ചിക്കനും കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണ് ഇവിടുത്തെ ചിക്കൻ ഒരു പ്രത്യേകത? ഇവിടുത്തെ ചിക്കൻ എന്ന് വെച്ചാൽ നമ്മള് കുടുംബശ്രീയിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീയിലെ ചേച്ചിമാർ തന്നെ വളർത്തി വലുതാക്കി നമ്മുടെ സംശുദ്ധമായ ചിക്കനാണ് നമ്മളിവിടെ കുടുംബശ്രീക്ക് വേണ്ടി സപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്നല്ല, നമ്മൾ ചിക്കൻ ധൈര്യമായിട്ട് നന്നായിട്ട് കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം. പക്ഷെ ഇവര് ഉറപ്പ് നൽകുന്നത് ഇവരെന്നെ സ്വന്തമായിട്ട് വളർത്തി കുടുംബശ്രീയുടെ ചേച്ചിമാരെ വളർത്തി വലുതാക്കുന്ന ചിക്കനാണ്. കേരളത്തിലുള്ള ചിക്കൻ തന്നെ, അതാണ് സപ്ലൈ. അതാണ് പ്രത്യേകത.